ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ പിടിച്ചിരുന്നു. ആ വീഡിയോന്റെ ടൈറ്റിൽ ഞാൻ ഷുഡ് ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഇംപ്രൂവ് ദെയർ ഇന്ത്യൻ ലാംഗ്വേജ് സ്കിൽസ് പാർട്ട് എന്നായിരുന്നു വീഡിയോന്റെ 43 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബെറ്റർ ഇംഗ്ലീഷ് ത്രൂ ബെറ്റർ വെർനാക്കുലർ, അഥവാ നല്ല ഇംഗ്ലീഷ് പ്രാദേശിക ഭാഷയിലൂടെ എന്നുള്ളൊരു ആശയം ഞാൻ മുന്നോട്ട് വെക്കുകയായിരുന്നു. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളൊരു വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ അതിൽ പല കാര്യങ്ങളും പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ വീഡിയോ പല ഫോറത്തിൽ പോസ്റ്റ് ചെയ്തപ്പോൾ കേരള ജാവ യൂസർ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കപ്പിൾ ഓഫ് ഫീഡ്ബാക്സ് ലഭിച്ചു. ഞാൻ അതിനെ ചുറ്റിപ്പറ്റിയാണ് പാർട്ട് 2 തുടങ്ങുന്നത്. ഇന്ന് മിക്കവാറും ഈ ചോദ്യങ്ങൾ കുറച്ചും കൂടി ഗഹനമായതുകൊണ്ടും ഈ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തെ എന്റെ വീക്ഷണം എന്താണ് കറക്റ്റായിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് നോക്കാം. എന്റെ സുഹൃത്തായ അലക്സ്, അതായത് അദ്ദേഹം കൊച്ചിയിൽ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യണേ. അദ്ദേഹം ആ വീഡിയോ മുഴുവൻ കാണുകയുണ്ടായി. ഞാൻ അതിനോടൊരു നന്ദിയുണ്ട്. കാരണം വീഡിയോ മുഴുവൻ കാണാന്ന് പറഞ്ഞാൽ ഒരു എഫർട്ട് ഇടുന്നതാണല്ലോ. അപ്പോൾ അലക്സ് അഗ്രീഡ് ദാറ്റ് ദർ ഈസ് ഇമ്പോർട്ടൻസ് ഫോർ എംപവറിംഗ് വൺസ്. അപ്പോൾ അലക്സ് ഇത് ഉപയോഗിച്ചത് എക്സാക്ട്ലി എന്ത് സെൻസിലാണെന്ന് എനിക്കറിഞ്ഞൂടാ. അതായത് വൺ ഷുഡ് ഇംപ്രൂവ് വെർനാക്കുലർ എന്നുള്ളതിന് ഒരു എന്താ പറയുക, കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിന് അപ്പുറത്തെ വൺ ഷുഡ് ഇംപ്രൂവ് വെർനാക്കുലർ ലാംഗ്വേജ് സ്കിൽസ് എന്നുള്ളത് എന്ന രീതിയിലാണോ, അതെയോ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അയാളുടെ വെർനാക്കുലർ ലാംഗ്വേജ് സ്കിൽസ് കൂട്ടണമെന്ന് അലക്സ് മീൻ ചെയ്തിട്ടുണ്ടെന്ന് വൺ ഷുഡ് ഇംപ്രൂവ് വെർനാക്കുലർ ലാംഗ്വേജ് സ്കിൽസ് എന്നുള്ളതൊരു മസ്റ്റ് തന്നെയാണ്. അപ്പൊ നമുക്കിപ്പോ അവിടെ നോക്കുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ വിൽ ബി ഏബിൾ ടു ആർട്ടിക്കുലേറ്റ് തിങ്സ് വെൽ ഓൺ ദ സ്ട്രീറ്റ് ആൻഡ് ഇൻഫോർമൽ ഗ്യാതറിങ്സ് എന്ന് കൂടി നമുക്ക് പറയാം. അതായത് ഇപ്പൊ പലപ്പോഴും ഞാൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും മലയാള ഭാഷയിൽ നല്ല വശമില്ലാത്തത് കൊണ്ട് ഞാൻ പല പ്രശ്നങ്ങളും കണ്ടിട്ടുണ്ട്. ഇപ്പൊ സ്ലാങ് വിളിച്ചാലോ ചീത്ത വിളിച്ചാലൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു തിരുവനന്തപുരത്ത് ഒരു കമ്പനിയിൽ ജോലിച്ചപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നൊരു കന്നഡക്കാരൻ എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് ദിസ് മറങ്കോടൻ? ഓക്കെ, അപ്പൊ ആരെങ്ങാണ്ട് അവനെ മരങ്ങോടൻ എന്ന് വിളിച്ചു. അവനത് മനസ്സിലായില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തിരുവനന്തപുരത്തുള്ള 2-3 എലൈറ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും മരങ്ങോടൻ എന്ന് പറഞ്ഞു. മറങ്കോടൻ അതായത് വാനരനോ പിന്നെ അല്ലെങ്കിൽ ഒരു ഡിറോഗേറ്ററി ടേം ആണെന്ന് നമുക്കറിയാം. അപ്പൊ എന്താ പറയാ, ഈ മലയാള ലാംഗ്വേജിലുള്ള സ്കില്ല് സ്ട്രീറ്റിലും ഓഫീസിലും ഇൻഫോർമൽ ഗ്യാതറിങ്സിലും മസ്റ്റാണ്. അതൊരു ഇതില്ല. പക്ഷേ ഞാൻ എന്താ പറയാ, നമുക്ക് പക്ഷെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്റെ വീഡിയോന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ലെവലിൽ ആർഗ്യൂ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞിരുന്ന വെച്ചാല് സങ്കീർണമായ പ്രതിപാദനം, അതായത് എന്താ പറയാ, ഈ nuanced discourse in vernacular language, അതായത് സങ്കീർണമായ പ്രതിഭാസ ലാംഗ്വേജ് will help one to do sophisticated, അതിന്റെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ കോമ്പാറ്റ് സ്റ്റൈൽ എന്നും പറയാം, കോമ്പാറ്റ് സ്റ്റൈൽ ആർഗ്യുമെന്റ് ഇൻ ഇംഗ്ലീഷ്. അപ്പൊ എന്റെ വീഡിയോന്റെ ഉദ്ദേശം ജസ്റ്റ് ഇപ്പൊ എന്താ പറയാ, മലയാള പെരുമ കാണിക്കാനോ ഇനിയിപ്പോ ഒരു മലയാള ലാംഗ്വേജിന്റെ പ്രസക്തി അതായത് ആൾക്കാരെ മുകളിൽ ഇമ്പോസ് ചെയ്യാനല്ല, സങ്കീർണമായ പ്രതിപാദനം പ്രാദേശിക ഭാഷയിൽ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നടത്തിയാലേ സങ്കീർണമായ പ്രതിപാദനം നമുക്ക് ആംഗലേയ ഭാഷയിൽ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇൻ ദ റാറ്റ് റേസ് ടു ലേൺ ഇംഗ്ലീഷ്, ഓക്കെ, ഞാൻ കുറച്ചുകൂടി അത് എഴുതേണ്ടി വരും. In the rat race in acquiring English skills, people are imitating
ഇംഗ്ലീഷ് പീപ്പിൾ. അതായത് ഇപ്പൊ സദ്ഗുരു പറഞ്ഞ മതി, മോമെന്റ് സംബഡി ഈസ് ഗെറ്റിംഗ് ട്രെയിൻഡ് ഇൻ ഇംഗ്ലീഷ്, ഹിസ് സെന്റർ ഓഫ് ദി വേൾഡ് ബിക്കംസ് ഗ്രീൻവിച്ച് മീൻ ടൈം. ഇത് സ്ട്രീറ്റിൽ പല രീതിയിലും പ്രശ്നമാണ്. ഇപ്പൊ കേരളത്തിൽ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് മലയാളം വരെയൊക്കെ അറിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ ഇടികിട്ടും. അപ്പോ ഐ അഗ്രി വിത്ത് അലക്സ് ദാറ്റ് ഓക്കെ ദർ ഈസ് നെസസിറ്റി ഫോർ empowering people or empowering one's vernacular language skills. ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ ഞാൻ അലക്സ് ഏത് രീതിയിലാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞൂടാ. ഞാൻ ഉപയോഗിക്കുന്ന എവിടെയാന്ന് വെച്ചാല് സങ്കീർണമായ പ്രതിപാദനം പ്രാദേശിക ഭാഷ, ഇപ്പൊ നമ്മുടെ കേസിൽ മലയാളമാണ്, അതിൽ ചെയ്താലാണ് നമുക്ക് എന്താ പറയാ സങ്കീർണമായ പ്രതിപാദനം, ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആർഗ്യുമെന്റ്സ്, ഒരു കോമ്പാക്ട് സ്റ്റൈൽ, തർക്ക വിതർക്ക ആർഗ്യുമെന്റ് ഇൻ ഇംഗ്ലീഷ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് ഇത് ചെയ്യണേ. അപ്പൊ നമ്മള് ഒരു ഇംഗ്ലീഷ് സ്കിൽ അക്യൂർ ചെയ്യുന്ന കോണ്ടെക്സ്റ്റില് പലപ്പോഴും ഇവിടെ പറയാറുണ്ട് നമ്മൾ ഷുഡ് തിങ്ക് എവരിത്തിങ് ഇൻ ഇംഗ്ലീഷ്, അങ്ങനെയാണെങ്കിൽ ഇംപ്രൂവ് ചെയ്യും. പക്ഷെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പേരിൽ കാണിക്കുന്ന പ്രോപ്പറായ ഒരു പരിധിയില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർനാക്കുലർ ലാംഗ്വേജിലുള്ള സ്കില്ല് ബെറ്റർ ഇംഗ്ലീഷ് സ്കില്ലിൽ കലാശിക്കുന്നതാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പൊ അലക്സിന്റെ രണ്ടാമത്തെ കണ്ടൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, അലക്സ് തിങ്സ് ദാറ്റ് ഫോർ എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ the time will be better spent on learning English language. Okay, so I do not advocate Malayalam as an alternate language for English. അതായത് like Alex as well as any other sensible person, I do agree that the English language is the lingua franca, linked language. Or global business communication. ഇതിന് ഒരു തർക്കമില്ല. ഇത് തർക്കുന്നവൻ മിക്കവാറും എന്താ പറയാ. പക്ഷേ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് സിൻസ് എ ലാംഗ്വേജ് കണ്ടെയ്ൻസ് ഒക്കെ മോർ ദാൻ കമ്മ്യൂണിക്കേഷൻ. സോ അപ്പോ എന്റെ ഒരു അസംപ്ഷൻ എന്താ വെച്ചാൽ ലാംഗ്വേജ് ഈസ് നോട്ട് ഓൺലി എ മീഡിയം communication, is a medium for representation, processing and generating ideas. അതായത് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് മോസ്റ്റ് പീപ്പിൾ ഗീവ് സ്ട്രെസ് ടു കമ്മ്യൂണിക്കേഷണൽ ഇംഗ്ലീഷ്. People give stress to conversational English എന്ന് പറയുന്നതായിരിക്കും. Conversational, not communication. കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറെ ആസ്പെക്ട് ഉണ്ട്. കൺവെർസേഷണൽ ആസ്പെക്ട് ഇംഗ്ലീഷ് ഏതെങ്ങനെയും എന്താ പറയാ ആശയങ്ങൾ പറഞ്ഞൊപ്പിച്ചാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജിലെ ഇഡിയംസും പ്രാക്ടീസസും ആയിട്ട് ഒരു ഹൃദ്യത വേണം. സോ എ പേഴ്സൺ cannot ever organically associate himself with a second language. അത് ഒരു എന്തെങ്കിലും പോസിബിലിറ്റി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയിൽ നിന്നുള്ള ഒരു പൗരൻ ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ സസ്റ്റൈൻഡ് ആയിട്ട് താമസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അത് വരുമെന്നാണ് തിയറി എങ്കിലും ഞാൻ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിട്ടുള്ള പല ആൾക്കാരും ഈവൺ ആഫ്റ്റർ 20 years they are still struggling in actually communicating in idiomatic English. They are able to do conversational English, but their communication in meetings as well as in formal gatherings is still lousy, as if അവർ കേരളത്തിൽ ഉണ്ടായിരുന്നു അതേമാതിരി തന്നെയാണ്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ആ ദൂരം എന്നുണ്ടാവും. ഇപ്പൊ മാതൃഭാഷ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇൻ മൈ കേസ് മദർ ടങ് എന്നുള്ളത് കൊങ്കണിയാണ്. പക്ഷെ കൊങ്കണിയിൽ അങ്ങനെ ഒരു ഇവോൾവ് മറ്റേ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഞാൻ നടത്താറില്ല. ഫാമിലി ഗാദറിങ്സിനും എന്റെ മക്കളോടും ഇപ്പോ എന്താ പറയാ എന്റെ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് നടത്താറുള്ളൂ. പക്ഷെ പ്രാക്ടിക്കലി ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷ മലയാളം ആയതുകൊണ്ട് ഈവൻ മറ്റേ എന്താ പറയാ വെർനാക്കുലർ ലാംഗ്വേജ് മാത്രമല്ല, അതൊരു മദർ ടങ് മാതിരിയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷയങ്ങളായിട്ട് നമുക്ക്
എന്താ പറയുക റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ സോ ഐ ആം അഡ്വക്കേറ്റിംഗ് മലയാളം ആസ് എ ലാംഗ്വേജ് ടു എൻകോഡ് or represent ideas, and we should be able to duly translate the stuff into English if the need arises. അതായത് ഇപ്പൊ എന്റെ സ്ലോഗൻ എന്താന്ന് വെച്ചാൽ മാക്സിമം എന്താന്ന് വെച്ചാല് സിമ്പിൾ സെന്റൻഷ്യൽ സ്ട്രക്ചർ, jargons appropriate for the context. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ ഇത് ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. അപ്പോ ഞാൻ ഫസ്റ്റ് എന്താ കാര്യം എന്ന് പറഞ്ഞാല് ന്യൂവാൻസ്ഡ് ഡിസ്കോഴ്സ്, അതായത് ഫസ്റ്റ് പോയിന്റ് ഞാൻ ഇവിടെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ സങ്കീർണമായ പ്രതിപാദനം പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ മലയാളത്തിൽ ചെയ്താലേ നിങ്ങൾക്ക് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ചെയ്യാം. അപ്പൊ അതിന് കുറെ കാരണങ്ങളുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയില് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതേമാതിരി തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ടൈം സ്പെൻഡ് ചെയ്യണം. പക്ഷേ ഇത് ഞാൻ ഇംഗ്ലീഷിന് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് മലയാളം പറയുന്നില്ല. നമുക്ക് പല ഐഡിയാസ് ആയിട്ടും ഓർഗാനിക്കലി അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ അത് പ്രാദേശിക ഭാഷയിൽ എൻകോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ പറയാ റിഡക്ഷണിസം എന്നുള്ളൊരു പേരുണ്ട്. റിഡക്ഷണിസം എന്നുള്ളൊരു ടേം ഉണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് ഫിലോസഫിക്കൽ ഇത് ഇപ്പൊ അതിനെ ഞാൻ ഒരു മലയാളം കണ്ടതെന്ന് വെച്ചാല് ലഘൂകരണവാദം മീൻസ് സിംപ്ലിഫിക്കേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ റിഡക്ഷണൈസ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ലഘൂകരണ വാദം എന്നുള്ളത് ഇപ്പൊ സ്കെപ്റ്റിസിസത്തിന്റെ മലയാളം എന്താ വെച്ചാൽ സന്ദേഹവാദം. See, once you learn something in Malayalam and then if you are able to translate it into English or Hindi and Sanskrit, okay, for me Sanskrit as well. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ആ പദമായിട്ടുള്ള ഹൃദ്യത നിങ്ങൾക്ക് കൂടും. ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം, ആക്സിഡന്റലിസം. ഇതിപ്പോ മലയാളത്തിലോട്ടാക്കുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആക്സിഡന്റലിസത്തിന് ആകസ്മികവാദം, ആകസ്മികം. അപ്പൊ എന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പദങ്ങളായിട്ട് പിന്നെ ഒരിക്കലും റിഡക്ഷനിസോ സ്കെപ്റ്റിസിസോ ആക്സിഡന്റലിസോ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. അപ്പോ എന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലേണിംഗ് മലയാളം ആൻഡ് ഒക്കെ ട്രാൻസ്ലേറ്റിംഗ് ദാറ്റ് ഇൻടു ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് അതർ ലാംഗ്വേജസ് ഇൻക്ലൂഡിംഗ് സാൻസ്ക്രിറ്റ് ഒക്കെ പോസിബിൾ. ഒക്കെ സാൻസ്ക്രിറ്റ് റീസൺ എന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ എന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ പല ന്യൂവാൻസ്ഡ് ഐഡിയാസ്, ഇപ്പൊ റിഡക്ഷനിസം, സ്കെപ്റ്റിസിസം, ആക്സിഡന്റലിസം, അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഡക്ഷൻ, ഓക്കെ, അത് ആഗമനം എന്നാണ്. അബ്ഡക്ഷൻ, അതിനെ നമ്മൾ വിളിക്കുന്നത് മറ്റേ അഭ്യൂഹനം എന്നാണ്. അഭ്യൂഹം. ഡിഡക്ഷൻ, നിഗമനം എന്നാണ്. നിഗമനം. ഇൻഫറൻസ്, അനുമാനം. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ച് കഴിഞ്ഞാല് ഈ നിങ്ങൾക്ക് ഇപ്പൊ ഈ റിഡക്ഷനിസം, സ്കെപ്റ്റിസിസം, ആക്സിഡന്റലിസം, ഇൻഡക്ഷൻ, അബ്ഡക്ഷൻ, ഡിഡക്ഷൻ, ഇൻഫറൻസ്, ഇതൊരു സൊഫിസ്റ്റിക്കേറ്റഡ് തിങ്കിങ്, ഒരു കോർപ്പറേറ്റ് ലെവലിൽ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ആർക്കും വേണ്ട സാധനമാണ്. ഇപ്പൊ നിങ്ങൾക്ക് വെസ്റ്റേൺ ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ അതിന് മലയാളം അറിയാത്തത് കൊണ്ട് ഒരിക്കലും ഇംഗ്ലീഷ് ഞാൻ പഠിക്കുന്നത് കണ്ടിട്ടുള്ള. സോ ഐ ഹോപ്പ് okay the points which I am trying to raise here is people here are trying to improve their conversation in English, പക്ഷെ language is actually is to encode information and you should be able to duly translate into English. അപ്പോൾ എന്തൊരു പദം പഠിക്കുമ്പോഴും അത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, എന്റെ കേസിലാണ് ഞാൻ സംസ്കൃതം കൂടി പഠിക്കാറുണ്ട്, അതില് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പദങ്ങളായിട്ട് നല്ല ബാന്ധവം ഉണ്ടാവുകയും ഇത് ഫ്രീലി നിങ്ങളുടെ ഡെയിലി കൺവെർസേഷനിൽ നിങ്ങൾക്ക് മലയാളത്തിൽ മാത്രമല്ല റൈറ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്, അതായത് എന്താണ് സിമ്പിൾ സെന്റൻഷ്യൽ സ്ട്രക്ചർ, ജാർഗൻസ് അപ്രോപ്രിയേറ്റ് ഫോർ ദ കോണ്ടെക്സ്റ്റ്, അങ്ങനെ അതായത് ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ മലയാളം പഠിക്കുമ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷും ബെറ്റർ ആവുന്നുണ്ട്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോ യു കൻ യൂസ് ഇംഗ്ലീഷ് ആസ് എ മെറ്റാ ലാംഗ്വേജ് ടു ലേൺ. ചെയ്യും നമുക്കൊരു പുതിയ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നമുക്ക് മെറ്റാ ലാംഗ്വേജ് വേണം. അപ്പോ
ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വരെ ഇംഗ്ലീഷ് മലയാളത്തിൽ പഠിക്കാത്തവര് മലയാളം ഇംഗ്ലീഷിലും പഠിക്കാം. ഇപ്പൊ എന്റെ കേസിലാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൽ ഞാൻ എന്താ പറയാ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്ക്രിറ്റ്, ഞാൻ സാൻസ്ക്രിറ്റ് വെച്ചിട്ട് ഈ 3 ലാംഗ്വേജിനെ യൂണിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാനിപ്പോ വരും ഇതിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ അലക്സ് ആൾസോ ആർട്ടിക്കുലേറ്റ്സ് ദാറ്റ് എവരി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ought to learn English even if they do not know their mother tongue well enough. ഇതൊരു ഐ ഡു നോട്ട് എഗ്രി വിത്ത് ഹിം. അതായത് വെർനാക്കുലർ സ്കിൽസ് ആർ വെരി important even if you are planning to move out of India. ഞാൻ അദ്ദേഹത്തെ ഉദ്ദേശിച്ച ആരായാലും, അതായത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് in the West, most ardent westernized Indians hang around in Malayali Samajam and other Indian groups. അവിടെ ഇപ്പൊ എന്താ പറയാ മലയാളത്തിലെ ലോക്കൽ ലാംഗ്വേജ് ഹിന്ദി, മലയാളം അതിലൊക്കെ ആയിരിക്കും ഇതിന്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാ ചാതുരി പ്രാദേശിക ഭാഷയില്, അതായത് ഇപ്പോ ഇൻ കേസ് ഒക്കെ ഇവിടെ ഇഫ് യു വാണ്ട് ടു എമിഗ്രേറ്റ് ആൻഡ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു എമിഗ്രേറ്റ് ഔട്ട് ഓഫ് ഇന്ത്യ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അതായത് അവരെന്താ കാരണം ദേ ആർ വെരി പ്രൗഡ് ദാറ്റ് ദേ ആർ മലയാളം സ്പീക്ക്. അപ്പൊ അതുകൊണ്ട് എന്താ കാരണം നാട്ടിലുള്ളവരെ എല്ലാവരെയും നേടിയിട്ടാറുണ്ട്. അപ്പൊ ഐ ഡോണ്ട് എഗ്രി ദാറ്റ് ഓക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, of course software engineer want to learn English, okay, but and see what I am seeing is okay, most people are reasonably good in English after that, okay, but they are not good enough to do combat style argument. അപ്പൊ അതിന്റെ കാരണം വെർനാക്കുലർ ലാംഗ്വേജസിലുള്ള സ്കിൽ ആണെന്നുള്ളതാണ് എന്റെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോ Praveen Nair made an observation that Alex feedback is based on assumption that language is for communication. അത് ഞാൻ ആൾറെഡി പ്രതിപാദിച്ചു കഴിഞ്ഞു. ലാംഗ്വേജ് is a tool for representation, encoding and disseminating ideas. But there is actually something called linguistic determinism, which is or Sapir-Whorf hypothesis. It says language you speak determines your intelligence. See, it is a concept. It's not a scientific theory yet, but it is actually, it has got statistical conformance for sure. Even in programming languages, more languages you know, okay, more languages from different genre you know, you become a better programmer. അപ്പോ അതായത് മലയാളം is a wide spectrum language. Wide spectrum എന്ന് പറഞ്ഞത് ഒരു കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന സ്പെക്ട്രം ലാംഗ്വേജ് than English as it originated in Indian philosophy and argumentation tradition. അതായത് താർക്കിക ഭാഷയായിട്ട് ഇത് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വി ആർ എ മൾട്ടി വാല്യൂഡ് ലോജിക് കൾച്ചർ. അതായത് കേരളം അല്ലെങ്കിൽ ഇന്ത്യയൊക്കെ അതായത് മൾട്ടി വാല്യൂഡ് ലോജിക് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോ ഒരു ഇംഗ്ലീഷ് originated in high valued. അത് മോസ്റ്റ് വെസ്റ്റേൺ ലാംഗ്വേജസ് ഈ പ്രോബ്ലം ഉണ്ട്. അതായത് ട്രൂവിന്റെ ഓപ്പോസിറ്റ് ഫോൾസ് ആണ്, ട്രൂവിന്റെ ഓപ്പോസിറ്റ് ട്രൂ അല്ലാത്തതെന്നാണ്. അതായത് ഇപ്പൊ ഓപ്പോസിറ്റ്സ് കോംപ്ലിമെന്ററി ആയിട്ടാണ് മലയാളം ലാംഗ്വേജ്. അപ്പൊ മലയാളം ലാംഗ്വേജ് നിങ്ങൾക്ക് നല്ല ചാതുര്യം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് നാരോ ലാംഗ്വേജ് ആണ്. അതായത് ഇംഗ്ലീഷ് മോശമാണെന്നല്ല, പക്ഷേ മലയാളത്തിന് കുറെ സവിശേഷതകളുണ്ട് ഇംഗ്ലീഷിലില്ലാത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്
Malayalam never suffers from the carpet. Car plus pet is equal to carpet. R plus carpet problem. അതായത് ഇപ്പൊ രണ്ട് എന്താ പറയാ രണ്ട് ടേംസ് ഇപ്പൊ വേറെ എന്തെങ്കിലും മീനിങ് വരുന്ന പ്രോബ്ലം മലയാളത്തിലില്ല. That is because okay, since Malayalam grammatical structure and the linguistic structures and even the Varnamala is taken from Sanskrit, and Sanskrit was especially designed in order to avoid changes in the languages. അപ്പോൾ ലാംഗ്വേജസിൽ കുറച്ച് ധാതുപദങ്ങൾ, സന്ധി, സമാസം, വിഭക്തി അങ്ങനെ പറഞ്ഞ കുറെ ടെക്നിക്സ് ഉണ്ട്. ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ന്യൂ ആൻഡ് ന്യൂ ടേംസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ മറ്റേ എന്താ പറയാ സിംഹമാലൻ മേനോൻ എന്ന് പറഞ്ഞ സിനിമയില് ഇപ്പോ എന്താ പറയാ KSRTC ബസ്സിന് ഹരിതവർണ്ണ ത്വരിത ഗമനാഗമന രാജശകലം, ഇനിയിപ്പോ സ്വിച്ചിന് വൈദ്യുത ആഗമന നിഗമന വ്യതിയാന അല്ലെങ്കിൽ എന്താ പറയാ വൈദ്യുത ആഗമന നിഗമന കുന്ത്രാണ്ടം എന്നാണ് ഇതിനെ ഇത് ചെയ്ത്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളത്തിൽ ഇങ്ങനെ ടേംസ് കമ്പോസ് ചെയ്തെടുക്കാം. ഫോർ എക്സാമ്പിൾ കാർ പൂളിംഗ്, ഞാൻ അതിനെ എടുത്തത് ചതുഷ് ചക്ര വാഹന യാത്രിക സംയോജനം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ചതുഷ് പ്ലസ് ചക്ര പ്ലസ് പ്ലസ് യാത്രി പ്ലസ് അതായത് ഇങ്ങനെ നമുക്ക് ടേംസ് ഇങ്ങനെ കമ്പോസ് ചെയ്തെടുക്കാം. ഇതാണ് മലയാളത്തിന്റെ ഇത്. ഇപ്പോ if you know Malayalam, okay, there are a lot of advantages, and okay, and since Sanskrit grammar actually gives grammar, the language structure to every Indian languages, okay, our advantage. So that is the reason why I am learning Sanskrit as well in order to improve my ഇത് തന്നെ. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് Praveen Nair has read a research paper which tries to prove that learning Sanskrit. അപ്പോൾ പ്രവീൺ നായർ ഒരു എന്താ പറയാ ഒരു അദ്ദേഹത്തിന്റെ പേര്, അതായത് സ്കിൽസ് പേപ്പർ ബൈ പേര് ഞാനിവിടെ ജെയിംസ് ഹാർട്സൽ, ഒരു കുറച്ച് യജുർവേദ പണ്ഡിതന്മാര് ഡൽഹിയിൽ നിന്നുള്ള 21 പേരെയും 21 സമാന ഘടനയുള്ള കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഒരു ക്രോസ് സെക്ഷണൽ സ്റ്റഡിയാണ് നടത്തിയത്. ഓക്കെ, അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഈ കാര്യം ഇത് പ്രൂവൺ ആയിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ ലോങ്ങിറ്റ്യൂഡണൽ സ്റ്റഡി. അതൊരു പ്രശ്നമുണ്ട്. അതായത് എന്താ വെച്ചാല് വിച്ച് ക്യാപ്ചേഴ്സ് വേരിയേഷൻ ഓവർ ടൈം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് വി നീഡ് ടു ബി കൺക്ലൂസീവ്. In science, to be conclusive, the study has to have be conducted over a period of time by giving okay, maybe Homer and Iliad. So people should actually see, people in the control group, okay, they should recite Homer's Iliad, and in the subjects, okay, അതായത് മെയിൻ ഗ്രൂപ്പില് നമുക്ക് വേണമെങ്കിൽ എന്താ കഴിഞ്ഞാൽ യജുർവേദം മാത്രം കൊടുക്കാം. എന്നിട്ട് ഇതിലെ സെൻസിറ്റിവിറ്റി കാണുകയാണെങ്കിൽ either it is because of Sanskrit or it is because of the structured organization of the Vedic chant.
അത് പിന്നെയും നമ്മൾ സ്റ്റഡി എടുത്തേലേ പറ്റില്ല. അപ്പൊ ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റഡി ഇല്ലാത്തതുകൊണ്ട് അതിനൊരു എന്താ പറയാ, ഞാൻ ആ പേപ്പർ അങ്ങനെയാണ് ഞാൻ അതിനെ കണ്ടത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല്, പക്ഷേ അനുഭവ തലത്തിൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഡെഫിനറ്റ്ലി സാൻസ്ക്രിറ്റ് വിൽ ഇംപ്രൂവ് യുവർ കോഗ്നിറ്റീവ് സ്കിൽസ്. അത് എന്താണെന്നുള്ളത് ഞാൻ വരും വീഡിയോകളിൽ ഞാൻ പറഞ്ഞുതരാം. അതിന് കാരണമുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാൻസ്ക്രിറ്റ് വാസ് ക്രിയേറ്റഡ് ടു അവോയ്ഡ് ചേഞ്ചസ് ഇൻ ദ റിലീജിയസ് ലിറ്ററേച്ചർ ഓഫ് ദോസ് ടൈംസ്. അതായത് വേദങ്ങളെ പ്രക്ഷിപ്തമാകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അതിന്റെ മീറ്റർ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാക്കിയ ലാംഗ്വേജ് ആണ്. അപ്പോ ഒരു ഫോണറ്റിക് ലാംഗ്വേജ് ആണ്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, യു നീഡ് ടു ബി വെരി അറ്റൻറ്റീവ് ടു അണ്ടർസ്റ്റാൻഡ് സാൻസ്ക്രിറ്റ് സെന്റൻസസ്, ബിക്കോസ് സംതിങ് കോൾഡ് പ്രത്യയം, അതായത് ഒരു റൂട്ട് വേർഡ്, ഒരു ധാതു പദത്തിന് മുമ്പിലും പുറകിലുമായിട്ട് പദങ്ങള് ആഡ് ചെയ്തിട്ടാണ് വിഭക്തി, അതായത് ഫസ്റ്റ് പേഴ്സൺ ആണ്, അക്യൂസേറ്റീവ് പേഴ്സൺ ആണോ, ഡേറ്റീവ് ആണോ, ലൊക്കേറ്റീവ് ആണോ, നോമിനൽ കേസ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. അതേമാതിരി തന്നെ പാസ്റ്റ് ലക്കാരം, അതായത് ടെൻസ് കണ്ടുപിടിക്കുന്നതൊക്കെ ഇത് നോക്കിയിട്ടാണ്. സ്ത്രീലിംഗം, പുല്ലിംഗം, അങ്ങനെ കുറെ ഇതുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്താന്ന് വെച്ചാല്, സാൻസ്ക്രിറ്റ് ലേണിംഗ് ഒരു ഫോണറ്റിക് ലാംഗ്വേജ് ആയതുകൊണ്ട് ആ മാസ്റ്ററിംഗ് ഇൻസ് ആൽഫബറ്റ്, ദെൻ എന്താ പറയാ, സംയുക്താക്ഷരം, സംയുക്ത വ്യഞ്ജനം, പിന്നെ സന്ധി, സമാസം, വിഭക്തി, പ്രത്യയം, അതേമാതിരി തന്നെ കാരകം ഒക്കെ പഠിച്ചു വരുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഡെഫിനറ്റ്ലി മറ്റ് ലാംഗ്വേജ് പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു ഇന്റലക്ച്വൽ എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ട് ഉള്ളത് കൊണ്ട് അത് കോഗ്നിറ്റീവ് സ്കിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ചെയ്യും. അപ്പോ ഈ സ്റ്റഡി വേദമന്ത്രങ്ങൾ ലെങ്തി ചൊല്ലുന്നതുകൊണ്ട് ഗുണമുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ വെൻ യു ഡു എ ക്രോസ് സെക്ഷണൽ സ്റ്റഡി ഇത് കറക്റ്റ് അല്ല. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ലൈക്ക് മൗസിൻ എന്ന് പറഞ്ഞൊരു പുള്ളി പറഞ്ഞ ഈ, അതായത് ലെങ്തി ചാൻഡ് ചെയ്യുന്നോണ്ടാണെന്നുള്ള ഒരു ചോദ്യം ഇവിടെ വരാം. അപ്പോ അത് നമുക്ക് കൺഫൗണ്ടിങ് ഇഷ്യൂ എന്ന് പറയും. രണ്ട് കാരണങ്ങളാൽ ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാവും. അപ്പൊ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ആണോ, ലെങ്തി പ്രോസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമാണോ? അപ്പോ എന്താ പറയാ, ഈ ഇത് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി ഒരു ഡീറ്റെയിൽ സ്റ്റഡി നടത്തണം. അത് ചിലപ്പോൾ ഒരു 10 കൊല്ലമൊക്കെ എടുക്കും ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോ ആ ലെവലിൽ ഇപ്പൊ കോഗ്നിറ്റീവ് സ്കിൽസ് സാൻസ്ക്രിറ്റിൽ ഇംപ്രൂവ് ചെയ്യുന്നുള്ളത് എനിക്കൊരു റിസർച്ച് പേപ്പറിന്റെ സഹായമൊന്നും വേണ്ടിയൊന്നുമില്ല. When I try to learn a phonetic oriented language, there are some nuances which you want to learn and you need to, അപ്പോൾ പണീനിയൻ ഗ്രാമറിന്റെ സ്ട്രക്ചറും എന്റെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കമ്പൈലേഴ്സിനൊക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഡെഫിനറ്റ്ലി വാസ് കോറിലേറ്റീവ്. ഓക്കെ, അപ്പൊ ഞാൻ ഉദ്ദേശിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് വിൽ ഇംപ്രൂവ്. പക്ഷേ ഇത് പേപ്പർ ഹാസ് ഗോട്ട് സം സർട്ടൺ ഇതുണ്ട്. അപ്പോ അലക്സിന് വേറൊരു ഇതുണ്ട്. ഇതില് മാളവിക ബെന്നി എന്ന് പറഞ്ഞ ലേഡി ആര്യൻ മൈഗ്രേഷൻ ഹൈപ്പോത്തസിസ് കനോട്ട് ബി ഇഗ്നോർഡ് എന്നാണ് പറയുന്നത്. അതായത് ഞാൻ ആര്യൻ ഇൻവേഷൻ തിയറി മാക്സ് മുള്ളറിന്റെയും പിന്നെ ആര്യൻ മൈഗ്രേഷൻ തിയറി രണ്ടിനും ബേസിസ് ഇല്ലാന്ന് പറഞ്ഞിരുന്നു. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് നോട്ട് ദ പ്രൈമറി ടോപ്പിക് ഓഫ് മൈ ഡിസ്കഷൻ. ഇതാണ് ഫസ്റ്റ് കൺക്ലൂഷൻ. പക്ഷേ ആര്യൻ മൈഗ്രേഷൻ, AIT is out of question. But there are studies which shows AMT is also a myth. See, ഇതെന്താ വെച്ചാല്, ഡിസ്കസിങ് ഹിസ്റ്ററി. ഇതിപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാല്, കാത്തലിക് ചർച്ച്, people who have problems with the Hindu past of India are the proponents of have problems with Hindu past of India, are proponents of AMT. ഓക്കെ, പക്ഷെ അവിടെ ഒരു പ്രശ്നം ഇരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതെല്ലാം വരുന്ന വെച്ചാല് സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് ഇൻ മെസപ്പൊട്ടാമിയ. ബൈബിളിലെ ഉൽപ്പത്തി സിദ്ധാന്തത്തിൽ 6000 കൊല്ലം മുമ്പാണ് ദൈവം ലോകം സൃഷ്ടിച്ചതെന്നാണ്. അപ്പൊ ആ ഡേറ്റ് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യകാലങ്ങളിലെ ചർച്ച് ഹിസ്റ്റോറിയൻസും യൂറോപ്യൻ ഹിസ്റ്റോറിയൻസ് ഒക്കെ 4500 ആണ് എന്താ പറയാ, അണ്ടർ വാട്ടർ മറ്റേ മെസപ്പൊട്ടാമിയയിലാണ് സിവിലൈസേഷൻ ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, പക്ഷെ അവിടെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അണ്ടർ വാട്ടർ ദ്വാരക ഈസ് എന്താ പറയാ മോർ ദാൻ 12,000 years old.
ബി എൽ ആലോ അങ്ങനെ ഒരു അതുണ്ട്. അതേമാതിരി തന്നെ ഓൾഡസ്റ്റ് excavations are at a village in Haryana. Older than Mohenjo-daro. പിന്നെ സാൻസ്ക്രിറ്റ് മാതിരിയുള്ള ഒരു അസോസിയേറ്റഡ്, അതായത് ഇപ്പൊ സാൻസ്ക്രിറ്റിന്റെ അല്ലെങ്കിൽ വൈദിക് സാൻസ്ക്രിറ്റിന്റെ ലുക്കുള്ള ഒരു ലാംഗ്വേജ് യൂറോപ്പിൽ എവിടെയും കാണുന്നില്ല. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മാക്സ് മുള്ളർ ഉണ്ടാക്കിയ ഒരു തിയറിന് റോബർട്ട് കോൾഡ്വെല്ലിന്റെ ദ്രവിഡിയൻ തിയറി ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ ഇന്ത്യയിലെ ഡിവിസീസ് ഫോഴ്സസിന്റെ ഇതിലുള്ളതാണ്. ഇപ്പോ അലക്സ് ഒരു ഹിന്ദുവിലെ ആർട്ടിക്കിൾ ഇതിന്റെ ഒരു മിസ്റ്റർ ടോണി എന്ന് പറഞ്ഞ ഒരു ഞാൻ ഒരു ആർട്ടിക്കിൾ കണ്ടു വായിച്ചിട്ടുണ്ട്. സി ഐ എം നോട്ട് കണ്ടസ്റ്റിംഗ് ഓർ ഐ എം നോട്ട് സപ്പോർട്ടിങ് അലക്സ്. ഓക്കെ, ഞാനിവിടെ പറയുന്നത് വെച്ചാല് എന്റെ ഡിസ്കഷന്റെ പ്രൈമറി കൺസേൺ ആയിരുന്നില്ല, പക്ഷെ AIT ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്നും AMT മിത്ത് ആണെന്നുള്ള പ്രൂവ് ചെയ്യുന്നുണ്ട്. മൈക്കൽ ഡെനീമോ എന്ന് പറഞ്ഞ ആളുണ്ട്. പിന്നെ അണ്ടർ വാട്ടർ ദ്വാരകയുടെ ഏജ്, ഓൾഡസ്റ്റ് എക്സ്കവേഷൻ ഇൻ ഹരിയാന. അപ്പൊ ഹരിയാന ഈസ് ആക്ച്വലി ഈ സിന്ധു നദി സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ്. അതേമാതിരി തന്നെ അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു എന്താ പറയാ ഹിസ്റ്ററി ഒരു പിന്നെ ഒരു ഹിസ്റ്ററി സെൻട്രിക് ആണ് വെസ്റ്റ്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ലീനിയർ ഹിസ്റ്ററി എഴുതാൻ നോക്കുന്നതാണ്. വേദങ്ങളുടെ ഒക്കെ ഏജ് ഇവര് പറയുന്നൊന്നുമില്ല. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഗ്യാപ്സ് ഉണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാനിപ്പോ ഇതിലോണ്ട് ഇത് ചെയ്യുന്നില്ല. ഞാൻ ആ ഹരിയാനയിലെ വില്ലേജ് ഏതാണെന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ അടിയിൽ എന്റെ ഇതിലുള്ള Alex also pointed out that according to his notion, Sanskrit is not a mother language, it is a sister language. Same argument he has said about Arabic as well as from some quarters. He feels people are overdeveloped in Sanskrit. Okay, ഈ ഒരു ആരോപണം ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട്. പക്ഷെ സംസ്കൃത് is a scholars language. അതായത് ഞാൻ ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് is true about post Panini Sanskrit. അതായത് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോ ഈ സാൻസ്ക്രിറ്റ് എന്ന് കേൾക്കുമ്പോൾ ഒരു റിലീജിയസ് കൊണോട്ടേഷൻ ആൾക്കാർ കൽപ്പിക്കുന്നുണ്ടുള്ള കുഴപ്പമാണ്. ഇപ്പോ എന്താ പറയാ സാൻസ്ക്രിറ്റ് ഗ്രാമർ is gave birth to grammar systems of all Indic languages. സംസ്കൃത് ഓൾഡസ്റ്റ് ലാംഗ്വേജ് ആയതുകൊണ്ടൊന്നും ഞാൻ അതിന്റെ ഇതിൽ പറയുന്നതല്ല. പിന്നെ അടുത്ത എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാത്തമാറ്റിക്കൽ ലിറ്ററേച്ചർ, അതായത് there is a കോഴ്സ്. അപ്പൊ ഞാൻ ഒരു കോഴ്സ് ഉണ്ട്, നിങ്ങൾ ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ Indian mathematics, Vedic times to present. Okay. ഈ പ്ലേലിസ്റ്റ് ഇപ്പൊ ഈ ഒരു കോഴ്സ് ഉണ്ട്. ഈ കോഴ്സ് ലിസ്റ്റ് അതായത് ഇന്ത്യയിലെ മാത്തമാറ്റിക്സ്, അതായത് ഇതൊരു ഓവർവ്യൂ ആണ്. ഈ സുലഭസൂത്രം, ചന്ദ്രശാസ്ത്രം, ഇങ്ങനെ എന്താ പറയാ, ഇത് IIT ബോംബെയിൽ നിന്ന് എടുത്തൊരു കോഴ്സാണ്. അതായത് അപ് ടു വീഡിയോ 38 കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് വരെ ഉണ്ട്. ലാസ്റ്റത്തെ 2 യൂണിറ്റ് ആണ് മോഡേൺ മാത്തമാറ്റീഷ്യൻസിനെ കുറിച്ചുള്ളത്. അപ്പൊ ഇന്ത്യയുടെ മാത്തമാറ്റിക്കൽ ട്രഡീഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇതെല്ലാം ഇതിലെ ഗണിത യുക്തി ഭാഷ എന്ന് പറഞ്ഞ ഒരു പുസ്തകം മലയാളത്തിൽ ഒഴിച്ചു ബാക്കി എല്ലാ പുസ്തകങ്ങളും സാൻസ്ക്രിറ്റിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഗണിതത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു സമഗ്രമായ വീക്ഷണം വേണമെങ്കിൽ എന്തായാലും ഈ കോഴ്സ്, അതായത് അപ്പോ and also read about Kerala School of Mathematics. Which invented calculus. $200 years before. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇതിനെ കുറിച്ച് അപ്പോ സാൻസ്ക്രിറ്റ് ഞാൻ അതിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് തർക്കിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതേമാതിരി തന്നെ തമിഴ് ഓൾഡ് ആണെന്ന്, പക്ഷെ തമിഴിലൊന്നും ഞാൻ ഇത്രയും മാത്തമാറ്റിക്കൽ ലിറ്ററേച്ചർ ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് ഈ യൂട്യൂബിലെ കോഴ്സ് കണ്ടു നോക്കുക. പിന്നെയും വേറെ കുറെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതേമാതിരി കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതായത് അത് ഇങ്ങനെ ഇത് വായിക്കുമ്പോൾ എന്താ വെച്ചാൽ ബുക്സ് ബൈ പ്രൊഫസർ ഗീവർഗീസ് ജോസഫ്. അതായത് ആ ബുക്കിന്റെ പേര് മയൂരശിഖ എന്നാണ്. അതായത് ക്രസ്റ്റ് ഓഫ് ദ പീകോക്ക്, ഫസ്റ്റ് ബുക്ക് മയൂരശിഖ. അത് DC ബുക്സിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. സെക്കൻഡ് എ പാസേജ് ടു ഇൻഫിനിറ്റി. ഈ രണ്ട് പുസ്തകം കേരള സ്കൂൾ ഓഫ് അവൈലബിൾ ഇൻ മലയാളം. ഇത് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻസ്ക്രിറ്റിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ഗോട്ട് എൻ എക്സലന്റ് ഗ്രാമാറ്റിക് സിസ്റ്റം. Prosody is actually very cool. It has got extensive mathematical and scientific literature. പിന്നെ ഇന്ത്യസ് ഫിലോസഫി എല്ലാം എൻകോഡ് ചെയ്തിരുന്നത് ആ ലാംഗ്വേജിലാണ്. There are 200 universities across the world. Only 2 in India. Has got chair on Sanskrit and Indology. ഇതിപ്പോ ഇന്ത്യയിലെ ലിറ്ററേച്ചറും അതിനെ കുറിച്ചൊക്കെ എക്സ്റ്റൻസീവ് റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പോ ഈ അറബിക്ക് ഒരു റിലീജിയസ് റീസൺ കൊണ്ട് പറയുന്നതായിരിക്കും. ഇപ്പൊ സാൻസ്ക്രിറ്റ് ചിലപ്പോ എന്താ പറയാന്ന് വെച്ചാൽ കേട്ടുകേൾവി കൊണ്ട് പറയുന്നുണ്ടാവും. പക്ഷേ റീസൺ വൈ ഐ എം സ്റ്റഡിങ് സാൻസ്ക്രിറ്റ് ബിക്കോസ് grammatical structure of the most Malayalam languages. Because, for example, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കൊങ്കണി, that is because of my mother tongue. മലയാളം because of my vernacular this thing, and ഹിന്ദി. ഈ 3 ലാംഗ്വേജിന്റെയും പിന്നെ ഇംഗ്ലീഷിന്റെ ഗ്രാമറും എനിക്ക് പണീനിയൻ ഗ്രാമർ ഫ്രെയിംവർക്കിൽ വ്യൂ ചെയ്താൽ എനിക്ക് കുറെ കോഗ്നിറ്റീവ് ബെനിഫിറ്റ്സ് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ മലയാളത്തിന്റെ കൂടെ സാൻസ്ക്രിറ്റ് കൂടി പഠിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ടു പ്രൂവ് ദാറ്റ് ഓക്കെ വൺ ലാംഗ്വേജ് ഇസ് ഇത് തന്നെ. Alex also asserts that Aryan migration theory is scientifically verified based on various observations. So there are claims and counterclaims. There are claims and counterclaims. If someone wants, we can do a debate. And we will learn about it. ഇതിനെ കുറിച്ച് ഇപ്പൊ ഇപ്പൊ മാളവിക പിന്നെ എന്തുകൊണ്ട് പറഞ്ഞോ, അല്ലെങ്കിൽ ഇപ്പൊ മിസ്റ്റർ തോമസ്, അതായത് തോമസിന് ഇങ്ങനെ അയാളുടെ പേര് പറഞ്ഞ ഹിന്ദുവിലെ ആർട്ടിക്കിൾ അതായിരിക്കും. ഇന്ത്യൻ തോമസ് ഏർലി ഇന്ത്യൻസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഇപ്പോ ഈ ഏർലി ഇന്ത്യൻസിന്റെ ഓതറാണെന്ന് തോന്നുന്നു. ഞാൻ ആ ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ട്, ടൈം ഉണ്ടായിരുന്നില്ല. അതായത് ഈ എന്താ പറയാ ടോണി ജോസഫ്, തോമസ് അല്ല, ടോണി ജോസഫിന്റെ ആർട്ടിക്കിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഇവരെല്ലാവരും ഇത് ചെയ്യുന്നത്. ടോണി ജോസഫ് ഏർലി ഇന്ത്യൻസ്. പക്ഷേ അത് പുള്ളിക്ക് ഒരു ഡൂബിയസ് എയിം ഉണ്ടെന്നുള്ളത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി അതിനെ കണ്ടസ്റ്റ് ടോണി ജോസഫ് has been contested by Subramania Swamy, Nilesh Oak. ഇങ്ങനെ നിലേഷ് ഓക്ക്, രാജീവ് മൽഹോത്ര. അപ്പോ ഇതിപ്പോ ഈ എനിക്ക് തോന്നുന്നില്ല അലക്സ് ആരെങ്കിലും ഒക്കെ ഇതിന്റെ പുറകിലൊക്കെ റിസർച്ച് നടത്തിയിട്ടുണ്ട്. ബട്ട് let us, okay, if somebody is interested in debating with me on Aryan migration theory and all, okay, I will also start studying. Okay, we will actually do.
Praveen Nair did share a paper written by James Hartzell, which asserts that how learning Sanskrit literature literally expands improve the brain. Mohsin R did ask a question: does Sanskrit has got anything to do with this or just memorizing knowledge? There is a confounding issue. Mohsin's skepticism is valid. It's valid on scientific grounds. But my personal experience, I've already outlined that. Okay, the person just okay. And the personal experience is as a reply to Praveen, Alex did assert the following. Learning any second language will improve one's cognitive skills, but one should invest in English as it is beneficial for software engineers in improving one's communication. And ഇവിടെ already ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതായത് language is not only for communication. നമ്മൾ സംസാരിക്കുന്ന language നമ്മുടെ ഇന്റലിജൻസിനെ തീരുമാനിക്കുന്ന ഒരു ഹൈപ്പോത്തസിസ് ഉണ്ട്. മലയാളം ഒരു മെനി വാല്യൂഡ് ലോജിക് അല്ലെങ്കിൽ ഒരു താർക്കിക ബുദ്ധിയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ന്യൂവാൻസ്ഡ് മെറ്റാഫിസിക്കൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി റെപ്രസെന്റ് ചെയ്യാൻ മലയാളത്തിന് ഫെസിലിറ്റി ഉണ്ട്. മലയാളത്തിൽ ഓപ്പോസിറ്റ്സ് കോംപ്ലിമെന്ററി ആണ്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പദങ്ങള് സംയോജനം ചെയ്ത് നമുക്ക് പുതിയ പദങ്ങൾ ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉണ്ട്. സാൻസ്ക്രിറ്റ് അത് പാണിനി മഹർഷിയുടെ സംഭാവനയാണ്. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലേണിംഗ് ലാംഗ്വേജസ്, എന്റെ കൺക്ലൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലിംഗ്വിസ്റ്റിക്സ് skills are portable skills. അതായത് ഏതെങ്കിലും ഒരു സെക്കൻഡ് ലാംഗ്വേജ്, അതിപ്പോ ഞാൻ പറയട്ടെ, എസ്പെഷ്യലി സോ അതിന്റെ ഉള്ളിൽ മലയാളമാണെങ്കിൽ ഇഫ് യു ഡോണ്ട് ഹാവ് ടൈം, ഓക്കെ, യു ഡോണ്ട് ഹാവ് ടൈം, ലേൺ മലയാളം, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അപ്പൊ ഈ ഹിന്ദി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ഡിബേറ്റ് നടക്കുന്നത് ഹിന്ദി ചാനൽസിലാണ്. അതേമാതിരി ഹിന്ദി കവികള്, ചിന്തകന്മാര്, അതേമാതിരി പണ്ഡിതന്മാരുടെയൊക്കെ എന്താ പറയാ ഡിസ്കോഴ്സ് നമുക്ക് പലപ്പോഴും ഹെൽപ്പ് ചെയ്യും. ഞാൻ ഒരു എക്സാമ്പിൾ എന്താ പറയാ, അതായത് രാജീവ് മൽഹോത്ര wrote a book called Being Different and an Indian challenge to Western universals. ഈ പുസ്തകത്തിന് ഞാൻ മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്യാൻ നോക്കി. ഇപ്പൊ ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഐ കുഡിൻ ട്രാൻസ്ലേറ്റ് this into Malayalam very well. What will be your translation? അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുക. ഞാൻ അതിനെ ഫൈനലി I got the Hindi version of it. Okay, being different is translated as Vibhinnata. Hindi Vibhinnata, Paschatya, Sarvajanikata, O Bharatiya Shalom. അപ്പൊ ഇങ്ങനെയാണ് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോ after seeing the Hindi version, I translated it as Vibhinnata, Paschatya, ഭാരതത്തിന്റെ മറുപടി.
അതായത് വെല്ലുവിളി എന്ന് ഇട്ട് കഴിഞ്ഞാൽ അതൊരു സഭ്യമായിട്ട് തോന്നിയില്ല. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്റെ പ്രശ്നം എന്താ വെച്ചാൽ ബീങ് ഡിഫറെന്റ് ആൻഡ് ഇന്ത്യൻ ചലഞ്ച് ടു വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിസം എന്നുള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബുക്കിന്റെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണമായിരുന്നു. എനിക്ക് മലയാളത്തിലോട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ട് വേറിട്ട വേറിട്ടവൻ വേറിട്ടവർ ഭാരത എന്താണ് പാശ്ചാത്യ അഗോളീകരണത്തിന് ഭാരതത്തിന്റെ വെല്ലുവിളി എന്നൊക്കെയാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്. എന്റെ ഹിന്ദി എനിക്ക് കിട്ടി വിഭിന്നത പാശ്ചാത്യ സാർവജനികത കോ ഭാരതീയ ചുനൗതി. ആഫ്റ്റർ സീയിങ് ദ ഹിന്ദി വേർഷൻ വിഭിന്നത പാശ്ചാത്യ സാർവജനികതയ്ക്കുള്ള ജനിതയ്ക്കുള്ള എന്ന് തന്നെ വേണ്ടത് ഭാരതത്തിന്റെ മറുപടി. ചുനൗത്തിനെ ഞാൻ മറുപടി എന്നാക്കി, റിപ്ലൈ എന്നുള്ള രീതിയിലാക്കി സഭ്യമാക്കാൻ വേണ്ടി. അപ്പോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്കിപ്പോ ഒരു ബുക്ക് ഇംഗ്ലീഷിൽ കിട്ടി, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ കിട്ടാണ് ഏറ്റവും ബെസ്റ്റ് അതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മോസ്റ്റ് ബുക്സ് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ മാർക്കറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കാം. ഇപ്പൊ ബീങ് ഡിഫറെന്റ് ഇപ്പൊ അങ്ങനെയാണ്. ബീങ് ഡിഫറെന്റ് കന്നഡയിലും തമിഴിലും ഉണ്ട്. ആരെങ്കിലും ഞാനത് മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോ എനിക്ക് കറക്റ്റ് ആയിട്ടൊരു പദം കിട്ടിയില്ല. പക്ഷേ ഞാൻ ഈ എന്താ പറയാ ഹിന്ദി വെർഷൻ എനിക്ക് കണ്ടപ്പോ വിഭിന്നത പാശ്ചാത്യ സാർവജനികതക്കോ ഭാരതീയ ചുനൗതിനെ ഞാൻ കണ്ടു കഴിയുമ്പോ അതിലെനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാല് ഹിന്ദി മലയാളം ഇംഗ്ലീഷ് ചേർത്ത് പഠിക്കുന്നത് ബെനിഫിറ്റ്സ് ആണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ സാൻസ്ക്രിറ്റിന്റെ ഗ്രാമറും അതിന്റെ സ്ട്രക്ചറും പഠിച്ചു. സാൻസ്ക്രിറ്റിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് ഈ ഇംഗ്ലീഷിനെ ഹിന്ദിനെ മലയാളത്തിലെ കണ്ടു കഴിഞ്ഞാൽ മിക്ക പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതേമാതിരി തന്നെ ഈ തമിഴ് ലാംഗ്വേജിൽ ഇത് വർക്ക് ചെയ്യും. ഈ DMK ആണ് മറ്റേ എന്താ പറയാ സംസ്കൃതത്തിന്റെ ലാംഗ്വേജ് എടുക്കുന്നത്, അറബിക് ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ലെവലിലാണ്. അപ്പൊ ഞാൻ ഇവിടെ കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മലയാള ലാംഗ്വേജ് ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഇൻഡിക് ലാംഗ്വേജ് അത് ഉണ്ടായേക്കുന്നത് ഒരു മെനി വാല്യൂഡ് ലോജിക് അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു ഡയലക്ടിക്കൽ കോണ്ടെക്സ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു താർക്കിക ബുദ്ധി നിലനിൽക്കുന്ന കോണ്ടെക്സ്റ്റ് ഉണ്ടായ ലാംഗ്വേജ് ആണ്. ഇതിൽ ഓപ്പോസിറ്റ്സ് കോംപ്ലിമെന്ററി ആണ്. അതായത് ഗുഡ് ബാഡ് എന്നില്ല. അതായത് ഇപ്പൊ ഗുഡ് ആൻഡ് നോട്ട് ഗുഡ് ആയിരുന്നു. 50% ഗുഡ് ആണെങ്കിൽ 50% നോട്ട് ഗുഡ്. അപ്പൊ ഒരു കോംപ്ലിമെന്ററി ആയിട്ട് ട്രീറ്റ് ചെയ്യണം, ഒരു ഓപ്പോസിറ്റ്സ് അല്ല. പിന്നെ താർക്കിക ബുദ്ധിയിൽ അധിഷ്ഠിതമായ ലാംഗ്വേജ് ആണ് മലയാളം. പിന്നെ അതേമാതിരി തന്നെ മലയാളത്തിന് കോമ്പോസിഷണൽ ഫീച്ചേഴ്സ് കമ്പയർഡ് ടു ഇംഗ്ലീഷ് ഉണ്ട്. മറ്റേ അതൊരു പാണിനി മഹർഷിയുടെ ഇതാണ്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പദത്തിന്റെ അർത്ഥം കൂടി ഇംഗ്ലീഷ് മലയാളം ഹിന്ദി സാൻസ്ക്രിറ്റ് പഠിക്കാനാണ് ഞാൻ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ സാൻസ്ക്രിറ്റ് പഠിക്കാൻ സമയമില്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി. ഹിന്ദിയുടെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ രാഷ്ട്രഭാഷയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം അത് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇങ്ങനത്തെ ഡിബേറ്റിലോട്ടൊന്നും ഞാനൊന്നുമില്ല. പക്ഷെ ഞാൻ ക്രൈം പെട്രോൾ കാണാറുണ്ട്, സോപ്പ് ഓപ്പറ ഇൻ ഹിന്ദി കാണാറുണ്ട്, ഹിന്ദിയിലുള്ള ഡിബേറ്റ്സ് കാണാറുണ്ട്, രാജസ്ഥാൻ ടിവിയിലെ പ്രോഗ്രാംസ് കാണാറുണ്ട്, ഡോക്യുമെന്ററീസ് കാണാറുണ്ട്. അപ്പോ ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കൊങ്കണി ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. അപ്പോ സാൻസ്ക്രിറ്റ് ലേണിംഗ് എനിക്ക് മറ്റേ ഇന്ത്യൻ മാത്തമാറ്റിക്സിന്റെ കോഴ്സ് പഠിക്കാനും ഇന്ത്യൻ ദർശനങ്ങൾ പഠിക്കാനും ഒക്കെ വളരെ ഉപയോഗമുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യൻ ലാംഗ്വേജസിന് ഇംഗ്ലീഷ് ലാംഗ്വേജിനേക്കാളും പല പ്രത്യേകതകളുണ്ട്. അപ്പോ ഒരു ചിന്താശക്തി ക്ഷമത കൂട്ടാനുള്ള പൊട്ടൻഷ്യല് ഇന്ത്യൻ പ്രാദേശിക ഭാഷകൾക്കുണ്ട്. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഇൻഫ്ലുവൻസിൽ ഒരു വെസ്റ്റേണറിന്റെ കണ്ണിലൂടെ ഇന്ത്യൻ ആർട്ടിഫാക്ട്സിനെ കാണുന്നതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പോ ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഗെറ്റ് ബാക്ക് ടു മീ. അപ്പൊ ഇതാണ് എൻ്റെ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി. ഇത് കംപ്ലീറ്റ് ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ള എന്തെങ്കിലും ഭാഗത ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ യൂട്യൂബിന്റെ അടിയിൽ നിങ്ങൾക്ക് അതിന്റെ ഫീഡ്ബാക്ക് തരും.